ഇതൊരു പാൻറ്റിൻ്റെ കട്ടിംഗ് ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞത് എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. യൂണിഫോമിൻ്റെ പാൻറ്റ് ഒരിക്കലും ഇനി പുറത്ത് പോയി ഒരാളും ക്യാഷ് കൊടുത്തൊന്നും തയ്പ്പിക്കേണ്ട. ഈ ഒരൊറ്റ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഫുള്ളായിട്ട് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് കഴിയും. അപ്പോൾ അതാണ് കാണിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ താഴെ ഭാഗത്ത് സ്കെയിൽ വെച്ചിട്ട് ഇവിടെ ലെങ്ത്ത് ഒരു വര വെച്ച്, അതിന് ശേഷം കറക്റ്റായിട്ട് 3 ഇഞ്ചിൽ കണ്ടല്ലോ, അതെ 3 ഇഞ്ചിൽ ഒരു വര ഇവിടെയും വരച്ചു കൊടുത്ത്. അപ്പോൾ ഇത് പട്ട മടക്കിയെടുക്കാനുള്ള 1.5 അങ്ങനെ മേപ്പിട്ട് ആദ്യം ഇങ്ങനെ ഒരു 1.5 മടക്കും, അതിന് ശേഷം ഇങ്ങനെ മടക്കും. അപ്പോൾ ഇങ്ങനെ ഒരു വീതിയുള്ള പട്ട കിട്ടും. അതാണ് നമുക്ക് വൃത്തി ഉണ്ടാകുക. ഒരു വൃത്തിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത്. അതിന് ശേഷം ഇവിടുന്ന് മേലോട്ട് ലെങ്ത്ത് അടയാളപ്പെടുത്തുക. ഇതൊരു കസ്റ്റമർ ഡ്രസ്സായതുകൊണ്ട് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 28.5 അപ്പോൾ ഇവിടുന്ന് ഞാൻ കറക്റ്റായിട്ട് ആ 28.5 ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പാൻറ്റിന് അളവെടുക്കുന്ന സമയത്ത് നമ്മൾ ഇന്നലെ തൊട്ട് അളവെടുത്തണമെങ്കിൽ ആ അളവും, അല്ലെങ്കിൽ എരിയാണി വരെ അളവെടുത്ത് വെച്ചെങ്കിൽ അതിക്ക് 1 ഇഞ്ച് തയ്യൽ 1 ഇഞ്ച് കൂട്ടിയിടണം. അപ്പോൾ ഈ 28.5 ഉള്ളത് ഞാൻ 29 ഇവിടെ വരച്ചത് കേട്ടോ. അപ്പോൾ ഒരു 29 വരക്കണം. അപ്പോൾ 29 വരച്ചിട്ട് ഞാൻ കാണിച്ചു കേട്ടോ. ചെറുതായിട്ട് അത് വിട്ട് മാർക്ക് ചെയ്ത് പോയി. അപ്പം ഞാൻ അളവെടുത്തത് ശരിയാണ്. അപ്പോൾ 29 ഇവരല്ല കേട്ടോ, 29 വരച്ച്. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് മേലക്കുള്ള തയ്യൽ തുമ്പ് 1.5 ഇഞ്ചിൽ തയ്യൽ തുമ്പ് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ 1.5 ഇഞ്ചിലുള്ള തയ്യൽ തുമ്പ് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഉണ്ടല്ലോ, അതെ 1.5 ഇഞ്ചിലുള്ള ഈ ലെങ്ത്തില്ല കേട്ടോ. 1.5 ഇഞ്ചിലുള്ള കറക്റ്റായിട്ട് കാണുന്നുണ്ടെന്ന് വിചാരിക്കണേ. ഉണ്ടല്ലോ, 1.5 ഇഞ്ചിലുള്ള തയ്യൽ തുമ്പ് ഇതാണ് കറക്റ്റ്. കണ്ടല്ലോ, ഈ 1.5 ഇഞ്ചിലുള്ള തയ്യൽ തുമ്പ് അടയാളപ്പെടുത്തി. ഇനി കറക്റ്റായിട്ട് അടയാളപ്പെടുത്തുന്നത് നമ്മളെ വേസ്റ്റിൻ്റെ റൗണ്ടാണ്. വേസ്റ്റിൻ്റെ റൗണ്ട് കസ്റ്റമർക്ക് വരുന്നത് 24. അപ്പോൾ 24ക്ക് നമ്മൾ 10 ഇഞ്ച് കൂട്ടിയിട്ട് അത് 34 മാറ്റും കേട്ടോ. എന്നിട്ട് കറക്റ്റായിട്ട് നമുക്ക് എടുക്കാൻ കഴിയുന്നത് 34നെ 2ആയിട്ട് ടേപ്പിനെ ഇങ്ങനെ മടക്കുക, ഒന്നും കൂടെ ഇങ്ങനെ മടക്കുക. അപ്പോൾ 34ൻ്റെ പകുതി 8.5. ഈ 8.5 9 ഇഞ്ച് 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടിയിട്ട് 9 ഇഞ്ച് കറക്റ്റായിട്ട് ഈ വരമ്പിൽ ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക. അതേ 9 ഇഞ്ച് കറക്റ്റായിട്ട് ഒന്ന് ഇവിടെയും അടയാളപ്പെടുത്തുക. ഇനി ഇതിൽ അടയാളപ്പെടുത്തേണ്ടത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത്ത്, അതായത് ക്രോച്ച് ലെങ്ത്താണ്. ഈ ക്രോച്ച് ലെങ്ത്ത് ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ 9 അടയാളപ്പെടുത്തിയത്. ഈ 1.5 കീച്ചിട്ട് ഈ 9ക്ക് 1 ഇഞ്ച് കൂട്ടിയിട്ട് 10 ഇഞ്ച് ഇത് തന്നെയാണ് ക്രോച്ച് ലെങ്ത് ആയിട്ട് നമ്മൾ കൊടുത്താൽ മതി. അതായത് ഇവിടെ 10 ഇഞ്ച് കൂട്ടിയതായതുകൊണ്ട് ഈ ക്രോച്ച് ലെങ്ത് എങ്ങനെ കാണേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഈ ആദ്യം ചെയ്യണത് ഒന്നുകിൽ ഈ നമ്മളെ വേസ്റ്റ് റൗണ്ടിൻ്റെ 1/3 കണ്ടിട്ട് അത് ഇവിടുന്ന് ഇങ്ങോട്ട് അടയാളപ്പെടുത്തുക. അതായത് ഈ തയ്യൽ തുമ്പ് കീച്ചിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ആ വേസ്റ്റ് റൗണ്ടിൻ്റെ 1/3 അടയാളപ്പെടുത്തിയിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് 3 ഇഞ്ച് അടയാളപ്പെടുത്തുക. അല്ലെങ്കിൽ വേസ്റ്റ് റൗണ്ടിൻ്റെ 4 വേസ്റ്റ് റൗണ്ടിക്ക് 10 കൂട്ടിയിട്ട് അതിൻ്റെ 4 കണ്ടിട്ട് അത് ഈ തയ്യൽ തുമ്പിൻ്റെ തായ് ഭാഗത്തോട്ട് അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് അങ്ങോട്ട് 2.5 ഇഞ്ചും. ഇനി ഈ 1.5 ഇഞ്ച് താഴ്ത്തി വെച്ചിട്ട് 9.5 ഇഞ്ചിലാണ് അടയാളപ്പെടുത്താൻ പോണത് കേട്ടോ. ആ 9.5 ഇഞ്ചിൽ താഴോട്ട് വരച്ച ശേഷം 3 ഇഞ്ച് അവിടേക്കും അടയാളപ്പെടുത്തിയിട്ട് അവിടെ ഒരു കർവായിട്ടൊന്ന് വരച്ച് കൊടുക്കുക. ഇതുപോലെ കർവായിട്ട് വരച്ച് കൊടുക്കുക. അപ്പോൾ അത് കറക്റ്റായി പാൻറ്റിൻ്റെ ക്രോച്ച് ഭാഗം നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി തായ് ഭാഗത്തെ ലൂസാണ് കേട്ടോ. അതൊരു 9 ഇഞ്ചിലോളം നമുക്ക് അടയാളപ്പെടുത്താം. കുറച്ചൊരു ലൂസിൽ നിൽക്കണം. അപ്പം 9 ഇഞ്ചിൽ അടയാളപ്പെടുത്തിയിട്ട് സൈഡൊക്കെ ഒന്ന് ചെരിച്ച് വരച്ച് കൊടുത്തിട്ടുണ്ട്. അത് മേലേക്ക് മടക്കണ സമയത്ത് അവിടെ പോകാതെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഉള്ളിലേക്ക് പോകും നേരെ വരച്ച് വെട്ടിയാൽ. കണ്ടല്ലോ, ഇതിൽ ഈ കാണിച്ചിരുന്ന പോലെ ഇങ്ങനെ വെട്ടിയാൽ ഈ നേരെ വരുന്ന ആ വര നമുക്ക് അങ്ങോട്ട് ചെരിവാണ് വരിക. കണ്ടോ, അങ്ങനെ ചെരിവായിട്ടാണ് ആ വര വരിക. അപ്പം അത് ഇങ്ങനെ പിന്നെ ഈ ജോയിൻറ്റും അതും നെറുവിലുള്ള കർവിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്ത് വരച്ചാൽ പാൻറ്റിൻ്റെ വര ഫുള്ള് കഴിഞ്ഞിട്ടോ. ഇനി ഇത് നേരെ കട്ട് ചെയ്തെടുക്കുക മാത്രം നമ്മൾ ചെയ്താൽ മതി. ക്രോച്ച് ലെങ്ത്തിൻ്റെ അവിടെ തയ്യൽ തുമ്പ് പോയി തായ് ഭാഗത്തും തയ്യൽ തുമ്പുണ്ട്. ഇത് ലെങ്ത്ത് അതിന് കീച്ചിട്ടുള്ളതാണ് കേട്ടോ. അതിൽ ലെങ്ത്ത് വരിക
ഇനി ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണത് എന്നാണ് കേട്ടോ പറയാൻ പോണത്. ഇത് രണ്ടും തമ്മിൽ നമ്മൾ നിർത്തുക. അതിന് ശേഷം ഇതിൻ്റെ നല്ല ഭാഗവും ഉൾഭാഗത്തേക്ക് വരുന്ന രൂപത്തിൽ നല്ല ഭാഗവും ഫേസ് ചെയ്യണ രൂപത്തിൽ വെച്ചിട്ട് രണ്ടും ഇതുപോലെ വെക്കുക. എന്നിട്ട് ചീത്ത ഭാഗം രണ്ടിൻ്റെതും പുറത്തേക്കായിട്ട് വന്നിട്ട് രണ്ട് സൈഡും നമ്മൾ ജോയിൻ ചെയ്ത് കൊടുത്ത ശേഷം നെറുഭാഗത്ത് 1/2 ഇഞ്ചിൽ മടക്കി അടിച്ചു കൊടുക്കുക. ഫുള്ളായിട്ട് 1/2 ഇഞ്ചിൽ മടക്കി അടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിന് അലാസ്റ്റിക്കാണ് കൊടുക്കേണ്ടത്. ഇതിൻ്റെ റൗണ്ട് വരുന്നത് 24 ഇഞ്ചിലാണ് ഇതിൻ്റെ ഫുൾ റൗണ്ട് വരുന്നത്. അപ്പോൾ ആ 24 ഇഞ്ചിൽ നിന്ന് 4 ഇഞ്ച് കുറച്ചിട്ട് അലാസ്റ്റിക് 20 ഇഞ്ചിലെടുക്കുക. അതിന് ശേഷം അലാസ്റ്റിക് തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് ഇതിൽ വെച്ചിട്ട് ഈ റൗണ്ട് വെച്ചിട്ട് അലാസ്റ്റിക് വെച്ച ശേഷം ഇതുപോലെ റൗണ്ട് ചെയ്ത് വക്കിന് അടിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് വലിച്ചു കൊടുത്താൽ അലാസ്റ്റിക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അതിന് ശേഷം 1.5 ഇഞ്ചിൽ ഒരു മടക്ക് മടക്കി 1 ഇഞ്ച് കൂടി 1.5 ഇഞ്ചിൽ ഒരു മടക്ക് കൂടി മടക്കിയിട്ട് അങ്ങനെ 2 മടക്ക് മടക്കിയിട്ട് താഴ് ഭാഗം ഒന്ന് മടക്കി അടിക്കുക. അതിന് ശേഷം 2 സൈഡും കാല് ജോയിൻ ചെയ്താൽ പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ്ങും കഴിഞ്ഞ് ഇത്ര പണിയുള്ളൂ കേട്ടോ. ഒരു പാൻറ്റ് സ്റ്റിച്ച്